അഡോബിൻ്റെ ഇലുസ്ട്രേറ്റർ എന്ന ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ടാക്കുന്നത്. ഇതിൽ നമുക്ക് സെർച്ച് പോയിട്ട് അഡോബ് ഇലുസ്ട്രേറ്റർ 2023 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അഡോബ് ഇലുസ്ട്രേറ്റർ ഓപ്പണായി വന്നിട്ടുണ്ട്. വെൽക്കം ടു ഇലുസ്ട്രേറ്റർ. അപ്പോൾ ഇലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്റ്റർ ഗ്രാഫിക് ഡിസൈനുകളാണ്, അധികം ലോഗോസും ആണ് ഇതിലൂടെ ചെയ്യുക. ഇപ്പം നമുക്കിപ്പം ഇതിൽ ന്യൂ ഫയൽ എടുക്കാം. ന്യൂ ഫയലിൽ ഞങ്ങൾക്ക് ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ചെയ്ത വർക്കുകളാണ് റീസെൻറ്റ് വർക്കുകൾ ഇതിൽ കാണിക്കാം. റീസെൻറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇതിലുണ്ടാവും. സേവ് ചെയ്തത് നമുക്ക് ഇവിടെ ഉണ്ട്. മൊബൈൽ ഫോമിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത്, വെബ് ആണെങ്കിൽ വെബ് ഫോമിൽ, പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാം. ഫിലിം വീഡിയോ ആണെങ്കിൽ അങ്ങനെയും വർക്ക് ചെയ്യാം. ആർട്ട് ഇലുസ്ട്രേഷൻ അങ്ങനെ അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. റീസെൻറ്റ് വർക്ക് ആണെങ്കിൽ റീസെൻറ്റ് എടുത്തിട്ട് നമുക്ക് A4 ആണെങ്കിൽ A4 എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, പ്രസൻറ്റ് ഡീറ്റെയിൽ അൺടൈറ്റിൽഡ് 1. ഇവിടെ നമുക്ക് നെയിംസ് എഴുതി കൊടുക്കുക. ഇത് വേണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് നമുക്ക് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് അതിനെന്ത് വേണം, ഒരു യൂണിറ്റ് വേണം. അതെന്താവാം, സെൻറ്റിമീറ്ററിലാവാം, മില്ലിമീറ്ററിലാവാം, പിക്സൽ, പോയിൻ്റ്, പിക്കാസ്, ഇൻഡസിലൊക്കെ ആവാം. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ വർക്ക് ചെയ്യാം. വിഡ്ത്ത് 21 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 29.7 സെൻറ്റിമീറ്റർ. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മാർജിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോപ്പും ബോട്ടമും ലെഫ്റ്റും റൈറ്റുമുള്ള മാർജിൻസാണ് ഇവിടെ പറയുന്നത്. 0 സെൻറ്റിമീറ്റർ ആണ് എല്ലായിടത്തും വേണ്ടത്. എന്നാൽ പിന്നെ നമുക്കൊരു വൈറ്റ് ഷീറ്റിൽ മാർജിൻസ് വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ മാർജിൻ വേണ്ടെങ്കിൽ 0 ആക്കി എല്ലായിടത്തും 0 കൊടുക്കണം. പിന്നുള്ളതാണ് കളർ മോഡ്. കളർ മോഡ് എന്ന് പറഞ്ഞാൽ CMYK ഉണ്ട്, അതേപോലെ തന്നെ RGB ഉണ്ട്. CMYK എന്ന് പറഞ്ഞാൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. CMYK നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റിങ് പർപ്പസിനാണ് കേട്ടോ. പ്രിവ്യൂ മോഡ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട്. ഓക്കെ, മോഡ് സെറ്റിംഗ് കൊടുക്കുക. ഇവിടെ അതേപോലെ തന്നെ നെയിമാണെങ്കിൽ നമുക്ക് നെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം എന്താ ചെയ്യണ വർക്ക്, ഇപ്പോൾ നമ്മൾ പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ വർക്ക് എന്ന് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ കസ്റ്റംസ് ആണ്, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. നമ്പർ ഓഫ് ആർട്ട് ബോർഡ് ഒന്നിലധികം വേണമെങ്കിൽ 1, 3, 4 ആർട്ട് ബോർഡും നമുക്ക് ചെയ്യാം. ഈ ആർട്ട് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഷീറ്റാണ്. നമുക്ക് കിട്ടണ വൈറ്റ് ഷീറ്റ് 1, 2 എടുത്താം. സൈസ് നമുക്ക് A4 ആണ് വേണ്ടത്. ഇവിടുന്ന് സൈസ് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് സൈസ് ഇപ്പോൾ A4 ലെറ്റർ മോഡലിലേക്കോ A3 മോഡലിലേക്കോ ടാബ്ലോയിഡ് മോഡലിലേക്കോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ A4 ചെയ്തിരിക്കണം. അതിൻ്റെ വിഡ്ത്ത് 21 സെൻറ്റിമീറ്റർ, ഹൈറ്റ് = 29.7 സെൻറ്റിമീറ്റർ. നമുക്ക് മാർജിൻസ് വേണമെങ്കിൽ മാർജിൻസ് ഇടാം, അല്ലെങ്കിൽ 0. ഞാൻ 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഓറിയൻറ്റേഷൻ മോഡാണ്, ലാൻഡ്സ്കേപ്പ് അല്ല, ഓറിയൻറ്റേഷൻ, അതായത് ഓറിയൻറ്റേഷൻ മോഡലത് പോർട്രൈറ്റ് മോഡലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കളർ മോഡ് വേണമെങ്കിൽ CMYK, റാസ്റ്റർ ഇഫക്റ്റ് ഹൈ 300 ppi. അതുപോലെ പ്രിവ്യൂ മോഡാണ് ഡിഫോൾട്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഡോക്യുമെൻ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ആർട്ട് ബോർഡ്. നമുക്കിപ്പോൾ ലെഫ്റ്റിൽ കാണിക്കുന്നതാണ് ടൂൾസുകൾ അല്ലേ. ഇതാണ് നമ്മളുടെ ഇലുസ്ട്രേറ്ററിൻ്റെ ടൂൾസുകൾ കേട്ടോ. ഇത് കംപ്ലീറ്റ് ടൂൾസുകളാണ്. ഇവിടെ നമുക്ക് ടൂൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടൂൾ ബാറാണ് ഇവിടെയും. പിന്നെ ഇവിടെ നമുക്ക് മെനു ബാർ ഇവിടെയും ഉണ്ട് കേട്ടോ.